തേങ്ങയുടെ ഉള്ളിൽ ആരാണ് വെള്ളം നിറച്ചത്? ഓസ്ട്രേലിയയുടെ മുകളിൽ ധാരാളം ചെറുദ്വീപുകളുണ്ട്. ഓഷ്യാന ദ്വീപ് സമൂഹം. ഇവയെല്ലാം ചെറുദ്വീപുകളായതുകൊണ്ട് ഇവിടെയുള്ള സസ്യങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ദ്വീപ് നിറഞ്ഞാൽ പിന്നെ സസ്യങ്ങൾക്ക് പടരുവാൻ സ്ഥലമില്ല. അതിനുള്ള പരിഹാരം ഒരു മരം കണ്ടെത്തി കടലിലൂടെ ദീർഘയാത്ര നടത്തി മറ്റൊരു ദ്വീപിൽ ചെന്ന് മുളയ്ക്കുക. തേങ്ങ. തെങ്ങിന്റെ ജന്മദേശം ഓഷ്യാനയാണ്. കടൽ ജലം ഉള്ളിൽ കയറുന്നത് തടയുവാൻ വേണ്ടി ഉറപ്പുള്ള തോടും പൊങ്ങിക്കിടക്കുവാൻ വായു നിറഞ്ഞ നാരുകളുമുള്ള തേങ്ങ. തേങ്ങയ്ക്ക് 3 മാസം വരെ കടലിൽ ജീവനോടെ നിലനിൽക്കുവാൻ പറ്റും. ഇത്രയും കാലം വിത്തിന് വേണ്ട പോഷകങ്ങൾ ലഭിക്കുക തേങ്ങാ വെള്ളത്തിൽ നിന്നാണ്. ഒടുവിൽ കരയിലെത്തിയാൽ മണലിൽ വേരുറച്ച് തൈമുളയ്ക്കും. നമ്മുടെ നാട്ടിലുള്ളവർ തെങ്ങിനെ മുളപ്പിക്കുവാൻ വെള്ളത്തിലിട്ട് മണൽച്ചാക്കിൽ പൊതിയുന്നില്ലേ? തേങ്ങയുടെ കടൽ യാത്രയെ റീക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഒരു ചോദ്യവും കൂടി. കണ്ണും ചെവിയുമില്ലാത്ത തെങ്ങ് എങ്ങനെയാണ് കടലുള്ള സ്ഥാനം തിരിച്ചറിയുക? സൂര്യനെ നോക്കി. സൂര്യപ്രകാശം തട്ടുമ്പോൾ ആ പ്രദേശം തുറന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് ചായും. വിത്ത് വിതരണത്തിന് വേണ്ട വിത്തിനെ കൃത്യമായി ജലത്തിൽ തന്നെ കൊണ്ടുപോയിടും.